മോർണിംഗ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ ഏവർക്കും സ്വാഗതം. വീണ്ടും നമുക്ക് സൗത്ത് കേരള സെക്ഷൻ മിഷൻ 7 എന്ന യൂട്യൂബിലൂടെ നമുക്ക് ഏവർക്കും കാണാനും കേൾക്കുവാനും പ്രാർത്ഥിക്കാനും നല്ലൊരു അവസരം സ്വർഗത്തിലെ നല്ല നാഥൻ കലവറ കൂടാതെ അനുഗ്രഹിക്കാൻ നല്ല നാഥന് നമുക്ക് ഒരുമിച്ച് സ്തുതി സ്തോത്രം അർപ്പിക്കാം. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം സാത്താൻ്റെ സിംഹാസനം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇതിൻ്റെ വേദഭാഗം നമുക്ക് നൽകിയിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 2-13 വാക്യമാണ്. നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താൻ്റെ സിംഹാസനമുള്ളയിടം എന്നും ഞാൻ അറിയുന്നു. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്തോളം തന്നെ എൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മനോഹരമായ നല്ല പ്രഭാതം നമ്മൾ കേട്ടതായ ദൈവവചനം നമുക്ക് ഏവർക്കും സുപരിതമാണ്. നമ്മൾ പഠിച്ചിട്ടുള്ളവരാണ്, അതിനെക്കുറിച്ച് നമ്മൾ വ്യാഖ്യാനിച്ചിട്ടുള്ളവരുമാണ്. അപ്പോൾ പെർഗമസ് എന്ന സഭയുടെ കാര്യങ്ങളെക്കുറിച്ചാണ് ഇത് നമുക്ക് അല്പമായി ചിന്തിക്കാൻ തക്കണം പോകുന്നത്. പെർഗമസ് എന്ന വാക്കിൻ്റെ അർത്ഥം വിവാഹിത അല്ലെങ്കിൽ വിവാഹിത വസ്ത്രം എന്നൊക്കെ പേരുകൾ നൽകിയിട്ടുണ്ട്. പക്ഷേ വളരെ ആർഭാടപൂർവമായ ഏറ്റവും അനുഗ്രഹപ്രദമായ ചിന്താവിഷയങ്ങളിലൂടെയും ആരാധന കേന്ദ്രവുമായിരിക്കുന്ന ഈ പെർഗമസ് എല്ലാം നല്ലതാണ്. ആരാധന നല്ലതാണ്, പ്രവർത്തനങ്ങൾ നല്ലതാണ്, നിങ്ങളുടെ വസ്ത്രങ്ങൾ നല്ലതാണ്, നിങ്ങളുടെ ഒരുക്കം നല്ലതാണ്, നിങ്ങളുടെ കാഴ്ചപ്പാടെല്ലാം നല്ലതാണ്. പക്ഷേ നിങ്ങൾ പാർക്കുന്നതായ ഇടം സാത്താൻ്റെ സിംഹാസനമുള്ളിടം എന്നുള്ളതാണ്. അപ്പോൾ ഈ ആഡംബരങ്ങളിലൂടെ ലോക ഇമ്പ മോഹങ്ങളിലൂടെ നാം ആരാധനയ്ക്ക് നമ്മെ തന്നെ സമർപ്പണം ചെയ്യുമ്പോൾ അത് സാത്താനെ വന്ദിക്കുന്ന ഒരനുഭവത്തിലേക്ക് എത്തിച്ചേരുന്നു. നമുക്കേവർക്കും അറിയാം, AD 538 മുതൽ AD 1798 വരെയുള്ള കാലഘട്ടങ്ങളിലെ ദൈവത്തിൻ്റെ സഭയെ പീഡനങ്ങളിലൂടെ കടത്തിവിട്ട് അഗ്നിക്കിരയാക്കിയതായ എത്രയോ സംഭവങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അനവധി ആളുകൾ രക്തസാക്ഷികളായി തീർന്നു. ഒടുവിൽ ദൈവത്തിൻ്റെ ആരാധനയ്ക്ക് മാറ്റങ്ങൾ വരുത്തി അവിടെ സാത്താൻ്റെ സിംഹാസനം സ്ഥാപിച്ചു എന്നുള്ള കാര്യം നമുക്ക് ഏവർക്കും അറിയാം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നാം ആരെയാണ് യഥാർത്ഥത്തിൽ ആരാധിക്കുന്നത്? യേശുക്രിസ്തുവിൻ്റെ വചനപ്രകാരമാണോ നാം ആരാധിക്കുന്നത്? നാം ജീവിക്കുന്നത് പോലും യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തോടു കൂടിയാണോ നാം ജീവിക്കുന്നത്? യേശുക്രിസ്തുവിൻ്റെ ആദർശങ്ങളാണോ നാം പരസ്പരം പങ്കുവയ്ക്കുന്നത്? നമുക്കെന്നറിയാം, യേശുക്രിസ്തു പറഞ്ഞത് നിന്റെ അയൽക്കാരൻ നിന്നെ പുനത്തിൽ സ്നേഹിക്കുക എന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് പറഞ്ഞ വാക്കുകളാണ്. പക്ഷേ ഇന്ന് അത് ഏറ്റെടുക്കുവാനാണ് ഇന്നാളില്ലത്. കാരണം നാം ക്രിസ്ത്യാനികളെന്ന് പറയുന്നുവെങ്കിലും ദൈവത്തിൻ്റെ വചനങ്ങൾ അംഗീകരിക്കാത്ത കാലത്തോളം അതെല്ലാം സാത്താൻ്റെ സിംഹാസനമുള്ളിടം എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എന്ന് പറയാൻ സാത്താൻ്റെ വാക്കുകൾക്ക്, ആ സാത്താൻ്റെ വചനങ്ങൾക്ക് നമ്മൾ ഭാതീപുത്രന്മാരായി മാറുന്നു. പകരം യേശുക്രിസ്തു നമ്മളെക്കുറിച്ച് പറയുകയാണ്, നീ നിൽക്കുന്ന സ്ഥലം നല്ലവണ്ണം നീ പരിശോധിക്കേണ്ടതാണ്. നീ നടക്കുന്ന വഴി നീ നല്ലവണ്ണം സൂക്ഷിക്കേണ്ടതാകുന്നു. നീ ആരെയാണ് സേവിക്കുന്നത് എന്ന് സ്വയം ആത്മവിചിന്തനം ചെയ്യുക, ആത്മപരിശോധന ചെയ്യുക. ഇല്ലാതെ ജീവിതം അന്തവും കുന്തവുമില്ലാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ സാത്താൻ്റെ തടവറ അല്ലെങ്കിൽ സാത്താൻ്റെ സിംഹാസനമുള്ളിടമാണ് എന്ന് സത്യവേദ പുസ്തകം നമ്മളെ വാണിംഗ് തരുന്നു. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, സാത്താൻ്റെ സിംഹാസനം എന്നേക്കും ഇടിച്ചു കളയുവാൻ ദൈവകൽപ്പനയും യേശുവിന്റെ വിശ്വാസം കാത്തുകൊണ്ട് പ്രശ്ന സങ്കടമായ ലോകമാണ്. എന്തു തന്നെയായാലും ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, തിരുവചനത്തിലൂടെ പാട്ടുകളിലൂടെ നമ്മൾ കേൾക്കുന്ന ഒരു വചനങ്ങളുണ്ട്. കൈപ്പുള്ള വെള്ളം കുടിച്ചിടിലും കൽപ്പന പോലെ നടന്നിടണം, ചൂടുചോര ചീന്തേണ്ടി വന്നാലും ചായല്ലേ ഈ ലോകത്താങ്ങകളിൽ. അങ്ങനെ വിശ്വാസത്തോടുകൂടെ നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ പൈതലിന് തീർച്ചയായും സ്വർഗം സൗജന്യമായി ലഭിക്കും. അതിൽ യാതൊരു സംശയമില്ല.
അതുകൊണ്ട് പ്രിയ മക്കളെ, ഒരാത്മ പരിശോധന. ഞാൻ നിൽക്കുന്ന ഇവിടെയാണ്, ഞാൻ ആരാധിക്കുന്ന ഇവിടെയാണ്, എൻ്റെ ജീവിതം എങ്ങനെയാണ്? ഒരാത്മ പരിശോധന ചെയ്തുകൊണ്ട് ഇനിയുള്ള ജീവിതം നമുക്ക് ദൈവത്തിനോട് സമർപ്പിക്കാം. ഒപ്പം തന്നെ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം, കർത്താവേ, ഞാൻ യേശുവിൻ്റെ നാമത്തിന് ബൈബിളിൽ കാണുന്ന യഥാർത്ഥ വിശ്വാസത്തെ നശിപ്പിക്കുന്ന എല്ലാവർക്കുമെതിരെ ഞാൻ നിലകൊള്ളുന്നു. ഉപരി ഈ ലോകത്തിൻ്റെ അധീപനെ വണങ്ങി നിന്നെ ഞാൻ ഒരിക്കലും നിഷേധിക്കാതിരിക്കട്ടെ എന്നുള്ള ആത്മപ്രേരണ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണിലടയ്ക്കാം. ദൈവം നമ്മെ ഇതിനായി സഹായിക്കുമാറാകട്ടെ. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ നല്ല പൽക്കാലം ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം ഞങ്ങൾക്കൊരിക്കൽ നല്ല കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചനത്തെ വിട്ട്, ദൈവകൽപ്പന വിട്ട് ആരാണോ മാറിപ്പോകുന്നത്, യേശുക്രിസ്തുവിൻ്റെ ആദർശങ്ങളെ, യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തെ ആരാണോ ഇല്ലായ്മ ചെയ്യുന്നത്, അവിടെ എല്ലാം സാത്താൻ്റെ സിംഹാസനമെന്ന് തിരുവചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു. ആയതുകൊണ്ട് കർത്താവെ, പേരുകേട്ട ഉന്നതമായ ഒരു സഭ പെർഗമസ്, അതിൻ്റെ അവസ്ഥ ഇപ്രകാരമാണുവെങ്കിൽ ദൈവമേ, ഞങ്ങളുടെ അവസ്ഥ എന്തായിത്തീരണം? ഞങ്ങൾ സാത്താൻ്റെ എല്ലാ തന്ത്രങ്ങളും നിഷേധിച്ചുകൊണ്ട് ദൈവകൽപ്പന യേശുവിലെ വിശ്വാസം കാത്തുകൊണ്ട് ജീവിപ്പാൻ, സ്വർഗത്തിൻ്റെ അവകാശികളായി തീരുവാൻ പ്രേക്ഷകരായ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് യേശുക്രിസ്തു നാമത്തിൽ സകലവും താഴ്മയായി കെഞ്ചുന്നു. കേൾക്കണം സ്വർഗീയ നല്ല ദൈവമേ. ആമേൻ.